എന്താ മോളെ? എന്താ? സ്വപ്നത്തില് 3-4 പേരെന്നെ കഴുത്തിരിച്ചു കൊല്ലാൻ. നാമം ജപിച്ച് കിടന്നാ മതി, പിന്നെ ഒരു ദുസ്വപ്നം കാണില്ല. നാളെ തന്നെ ഇത്തിരി കാശ് ഒഴിഞ്ഞു വെക്കാം. മോള് കിടന്നു. ഈശ്വര, പഞ്ചസാര ഇതിനും പറയും ശർക്കര മേടിക്കുക. ഹരി, കഷ്ണങ്ങളൊക്കെ തീരെ കുറവാ. നീ ആ വളപ്പിന്ന് കുറച്ച് കർമൂസ് പൊട്ടിച്ചോണ്ട് വാ. പച്ചക്കറിക്കൊക്കെയാണ് തീ പിടിച്ച വിലയാ. ഓ, എന്താ ചെയ്യാ? കുഞ്ഞലേച്ചിക്ക് എന്തിന്റെ കുറവാ? കാശിന് കാശ്, പണത്തിന് പണം. പിന്നെന്താച്ചാ ഒരു തുണയില്ല. വീടിനൊരു തൂണ്, പെണ്ണിനൊരാണ്, എന്നാലേ ഒരു 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 ഉറപ്പുള്ളൂ. ആളില്ലാത്തവർക്ക് എന്തിനാ തൂണ്? ഓ, ദേ വരുന്നു വേറൊരു സാധനം. ഞാൻ വിചാരിച്ചു ഇന്നും അമാവാസയാണെന്ന്. കട്ടൻ തന്നെ. നിങ്ങൾക്കത് പറഞ്ഞാ മതി. ഇന്നലെ ക്രാവ് കയറ് പൊട്ടിച്ചു, ഒരു തുള്ളി കറക്കാൻ പറ്റില്ല. അപ്പൊ ഇതോ? ഇത് എന്റെ വീട്ടിൽ നിന്നല്ല, ആ പുഷ്പോത്തെ പാല. അങ്ങനെ വരട്ടെ. അതാ ഇത്ര വെളുപ്പ് അല്ലേ? ആയ കാലത്ത് കാശും പണം ഉണ്ടാക്കി, എന്നിട്ടെന്തായി? ഇപ്പൊ മിണ്ടാനും വയ്യ. അതെങ്ങനെ ഉണ്ടാക്കിയതാ? ആ പാവം വടക്കൻ നമ്പ്യാരെ പറ്റിച്ചിട്ട് ഇവളുടെ ശല്യം കാരണം അയാൾ തീവണ്ടിക്ക് തലയും വെച്ച്. ഓ, വല്ലാത്തൊരു ജന്മം തന്നെ. പോത്ത് വരെ വളർന്നെന്നുള്ള വിചാരം നമുക്കില്ല. നീയാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഞാൻ പറയാഞ്ഞിട്ടല്ല, അവക്ക് മീനെന്ന് വെച്ചാ ജീവന. പിന്നെ ഇണങ്ങാനും പിണങ്ങാനും വേറെ ആരും ഇല്ലല്ലോ. മീനൂനും അതെ, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും മീരച്ചി എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. ഒക്കെ ശരിയാ. പെണ്ണന്വേഷിച്ച ആള് വരുമ്പോ കുട്ടിക്കളി മാറിയില്ലെന്ന് തോന്നിയാ അത് നിങ്ങൾക്ക് ദോഷ. മീരേ, പരീക്ഷിക്കുക, അമ്മയെ പരീക്ഷിക്കുകയാണോ? അമ്മ കാത്തോളും കേട്ടോ, അമ്മ കാത്തോളും. എത്ര ദിവസം അയാളൊന്ന് കണ്ടിട്ട് ഒരാൾ ഇവിടെ ഇങ്ങനെ തപസ്സരിക്കാണെന്നുള്ള വല്ല വിചാരമുണ്ടോ? ഹരിയേട്ടൻ അങ്ങനെ പറഞ്ഞാ മതി. എനിക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? അമ്പലത്തിലേക്കല്ലാതെ വേറെ എവിടേക്കാ ഞാൻ പോകുന്നത്? എനിക്കറിയാം, രാധയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ നിന്നെ കാണാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാ. എന്നാലേ അച്ഛനെയും കൂട്ടി എന്റെ വീട്ടിൽ വന്ന് ഒരു താലിച്ചരടന്റെ കഴുത്തി കെട്ടി വിളിച്ചാ മതി.
എപ്പോഴാ എവിടേക്കാച്ചാ ബേ ബേന്നും പറഞ്ഞ് പിന്നാലെ വന്നോളാം ഈ പെണ്ണ്. വരാം. പക്ഷേ നിന്റെ അച്ഛൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ മാത്രമേ മരുമോനാക്കുള്ളൂ എന്ന് വാശി പിടിച്ചാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനാണെങ്കിൽ ഒരു പാവം കുമാരന്റെ മോന, ഉദ്യോഗവും ഇല്ല. അതെ, വരുന്നേ വരട്ടെ. ഒരു കാര്യം ഉറപ്പാ, എപ്പോഴായാലും നീ എന്റേതാ. ദേ, ആ തള്ള വരുന്നുണ്ട്. മേലൊക്കെ നാവാ അതിന്. ഞാൻ പോട്ടെ. ഓ, നിനക്കൊരു കാര്യം അറിയണം. എന്താ? ഇവിടെ കുമാരന്റെ മോനിലെ അരി ഓനും വേലായുധന്റെ മോളും തമ്മിൽ ലോഹ്യത്തിലാ. ഇതിനെപ്പോഴാ ഉച്ചോടെ നോക്കിയാ മതി. നിങ്ങൾ ദൈവദോഷം പറയരുത്. ഞാൻ കണ്ടതാ, രണ്ടാളും കൂടി ഇടവഴിന്ന്. എന്താ പെണ്ണിന്റെ ഒരു ശൃംഗാരം! ഉർവശിയാന്നാ വിചാരം. അതെന്താച്ചാ ആയിക്കോട്ടെ. നിങ്ങൾ പരിചയക്കാര് തമ്മിൽ എന്തിനാ വെറുതെ ശത്രുക്കളാവണത്? നിങ്ങൾ ആരോടും പറയാൻ നിക്കണ്ട. സത്യം പറയാനേ ചിരിതൊക്കെ ആരുടെ ഒത്താശയും വേണ്ട. ഇത് 10 ആളോട് പറഞ്ഞില്ലെങ്കിലേ എനിക്ക് ഓർക്കാൻ പറ്റില്ല. വല്ലാത്തൊരു സാധനം തന്നെ. കാപ്പി റെഡി. ഓ, മധുരത്തിന് കുറക്കണം കേട്ടോ മോളെ. പഞ്ചസാരക്കൊക്കെ തീ പിടിച്ച വിലയാ. ഓ, തുടങ്ങി അച്ഛന്റെ പിശുക്ക്. ഞാൻ പിശുക്കുന്നതേ നിന്നൊരുത്തന്റെ കൂടെ മാന്യമായി കെട്ടിച്ചു വിടണമെന്നുള്ള മോഹം ഉള്ളതുകൊണ്ടാ. അതിന് സമയത്തിന് ഉണ്ണാതെ ഉറങ്ങാതെ എങ്ങനെ ഇരുന്നാ വല്ല സൂക്കേടും പിടിക്കും. അതൊന്നും വരില്ല. മോള് ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ഞാൻ മാത്രം പ്രാർത്ഥിച്ചാ മതിയോ? ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. നിന്റെ കല്യാണം ഭംഗിയായി നടന്നാൽ ഗുരുവായൂരപ്പൻ ഒരു കദളിക്കൊല. അച്ഛൻ എന്നെ പറഞ്ഞേക്കാൻ ധൃതിയായോ? അതുകൊണ്ടല്ല മോളെ, സമയാസമയത്ത് നടക്കേണ്ടതൊക്കെ നടക്കണം. എനിക്കിങ്ങനെ അച്ഛന്റെ കൂടെ കഴിയാനാ ഇഷ്ടം. ആ, ഇപ്പൊ അതൊക്കെ പറയും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ തിരിഞ്ഞു നോക്കാനേ സമയം കിട്ടൂല. എന്നാ എനിക്ക് കല്യാണം വേണ്ട. എന്നെ കല്യാണം കഴിപ്പിച്ചയക്കാൻ അത്രക്ക്. ജാനീച്ച എന്താ കല്യാണം കഴിക്കാത്തെ? നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമായില്ലല്ലോ. ഭർത്താവ്, കുട്ടികൾ, കുടുംബം, അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. ഒരു കണക്കിന് മീരയ്ക്കും എന്റെ അവസ്ഥയാ. മീരച്ച എന്തൊന്നും പറയാത്തെ? ഞാനെന്ത് പറയാനാ, വരുന്നത് അനുഭവിക്കല്ലാതെ. ആ ജാനു, ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുക. വീട്ടിൽ പോയിരുന്നു, അവിടെ ആരുമില്ല. എന്താ ഹരി? കാവിലെ നിറപുത്തിരിക്ക് വേണ്ട അരി പൊടിക്കണം. നീയും കമലേട്ടത്തും കൂടെ ആ കാര്യം ഏറ്റെടുക്കണം. അതിനെന്താ, ഞാൻ ചെയ്തോളാം. എന്നാ പറഞ്ഞ പോലെ. നീ എന്താ അവനെ കണ്ട് മാറിയ? ഒന്നുമില്ല. എന്താ മീനേച്ചി, മീരേച്ചി കളിക്കാൻ വരാത്തെ? സുഖമില്ലാത്രേ. അല്ലെങ്കിൽ ഞാനുണ്ടെങ്കിൽ അവള് വരില്ല. അതെന്താ? എനിക്കറിയില്ല. ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ ഒരു വാക്കും മിണ്ടാതെ അവള് മാറിപ്പോയി. അതൊക്കെ രാധേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. ചിലപ്പോ ആയിരിക്കും. വെള്ളിയാഴ്ച ചന്തയ്ക്ക് പോണം. 10-20 കൊട്ടയും കൂടെ ഉണ്ടാക്കണം, എന്നാലേ കാര്യം നടക്കും. ആ മാങ്ങാക്കാരൻ ചെയ്താലിക്കും 10 വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് വേഗം ചെയ്യ എന്റെ പെണ്ണേ. അമ്മേ, ചന്തേന്ന് വരുമ്പോ ഇത്തിരി കൂടി വലിയൊരു കണ്ണാടി വാങ്ങണം, കുറച്ച് കരിവളകളും. അതെ അതെ, അവിടെ ഒരു കിണുക്കം. എത്ര കണ്ണാടി നോക്കിട്ടെന്താ, വേണ്ടതൊന്നും വേണ്ട കാലത്തുണ്ടായില്ലല്ലോ. കുറ്റാണോ അമ്മേ? സത്യം, ഒന്നും നിന്റെ കുറ്റമല്ല, ഒക്കെ ഈശ്വരന്റെ കളിയാ. കരയണ്ട കേട്ടോ, അമ്മ നല്ല കണ്ണാടി വാങ്ങിക്കൊണ്ട് തരാം.